പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം. സെബസ്ത്യാനോസ് മാരക രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വിശുദ്ധൻ മാത്രമല്ല, സുവിശേഷത്തിന്റെ പേര് ജയിലിലേക്ക് കിടക്കുന്നവരുടെയും വിടുതലിന്റെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ്. വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയകൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കാന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതി സ്ഥലം വേണ്ടെന്ന് വെച്ച ആളാണ്. അതുപോലെ കൊണ്ട് തന്നെ സ്ഥല സംബന്ധമായ എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടലുണ്ടാകാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവേ, കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവേ, കൃപാസനം അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കള് ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിലെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലെ കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, സാമ്പത്തികമായ ബാധ്യതയാകാം, കുടുംബത്തിലുള്ള ഞെരുക്കമാകാം, ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം, മക്കളുടെ വിവാഹത്തിന് ഒത്തു വരണില്ലെന്ന് ഓർത്തുന്ന വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് വീടില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ. കർത്താവേ, നീ സമാധാനം ഇല്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനേക്കാളുപരി നീ നിറയുന്നതാണ്, നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് കർത്താവേ
ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളിലേക്ക് ആവശ്യിക്കട്ടെ. തൊഴിൽപരമായ തടസ്സങ്ങൾ, ഒത്തിരിപരമായ വരുമാനമില്ലാത്തവർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കർഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളവരുടെ വേദനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ. കർത്താവെ, ജീവിത മാർഗങ്ങൾ ഒത്തിരിയേറെ ഏലവും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. ചെറിയ പൊടിച്ചാളകളെല്ലാം വില കൂടി നിറച്ച് കടലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് ഈശോയെ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് തിരുസേനി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കണ്ണ തോന്നണം. ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവർ ഓർക്കുന്നുണ്ട്. കർത്താവ്, വീട്ടിൽ തന്നെ അഗതി മന്ദിരമെങ്കിൽ ഇതിനേക്കാൾ നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിലെന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കളെ പ്രാഗി ജീവിക്കുന്ന വീടുകളുണ്ട് ഈശോയെ. ഒരു പരിഗണനയും ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുതിർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, മനസ്സിടിഞ്ഞ് മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. കൃപാന കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുർബാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, മക്കളുടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല, ഉഴപ്പ് നടക്കുന്ന മക്കളുണ്ട് ഈശോയെ. എന്നിട്ട് ജീവിതത്തിൽ വഴി പെശകൊണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിലും പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതിയിലായപ്പോഴുണ്ട്. കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കർത്താവ്, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കർത്താവ്, പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും കെട്ടുകൾ, ചങ്ങലകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളിൽ കൊഴുകട്ടെ. തലയിൽ പുണ്ണുള്ളവരെ കാണിക്കുന്നു, സർവാംഗം പുണ്ണുള്ളവരെ, ശരീരത്തിൽ വ്യത്യസ്തമായ കളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാരങ്ങൾ, ജീവിത ഭാരങ്ങൾ, ഓരോ യാത്രയുണ്ടാകുന്ന പ്രയാസങ്ങൾ, യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പല അരുവിയുണ്ട്. സാധാരണ അരുവിയുണ്ട്, അസാധാരണ അരുവിയുണ്ട്. ഈ അസാധാരണ അരുവിയാണ് എപ്പോഴും ഭയങ്കര അനുസരണബിളാകണത് ദൈവത്തിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ എന്നും കൊന്ന് ഇന്നലത്തെ പോലെ ഇന്നും പറഞ്ഞൊരു കാര്യമില്ല. ഇന്നത്തിരി വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ അരുവി ഡിഫറൻ്റ് ആയിരിക്കണം എന്നാണ് പറയണത്. നിങ്ങളെ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ അരുവി ഡിഫറൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരെ പോലെ ആയിരിക്കരുതെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാപുസ്തകം 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. കാലേബ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? ഈ നൂനിൻ്റെ മകൻ ജോഷുവയില്ലേ? ജോഷുവ കുറേ പേര് സമറിയയിലേക്കും അതിനെ കാനാൻ ദേശത്തേക്കും വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാനാൻ ദേശത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? നമ്മളവിടെ ചെല്ലുമ്പോൾ എലി അപ്പം തിന്നണ പോലെ നമ്മളെ തിന്നു കളയുക. അപ്പോൾ പാളയത്തിലൊക്കെ ഭയങ്കര പേടിയാണ്, പാളയത്തിൽ പേടിയായി. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ്, ജോഷുവ പറഞ്ഞു, ഒരു 4-5 പേരോട് പറഞ്ഞ്, നിങ്ങൾ പോയി ഒറ്റ നോക്കിയിട്ട് വരാൻ പറയും. സ്പൈ ചെയ്യാൻ. ഒറ്റ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണുകൊണ്ട് തുറച്ച് നോക്കുക എന്നല്ല അർത്ഥം. സ്പൈ ചെയ്യാനാണ് പറയുന്നത്. രഹസ്യമായി ഇപ്പം നമ്മളുടെ റോയൊക്കെ ഇല്ല, അതുപോലെ അവർ പോയിട്ട് അവരെ സ്പൈ ചെയ്തിട്ട് വരാൻ പറയും. സ്പൈ ചെയ്തിട്ട് വന്നു വെച്ചുകൊണ്ടല്ലോ ഈ പോയവർ വന്നിട്ട് പിന്നെ നിൽക്കുന്നവരെ പോലും ബോധം കെടുത്തി കളഞ്ഞു. അയ്യോ, അത് അവരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു 80 കിലോനുണ്ട്. അവരുടെ ഒറ്റ മുന്തിരിക്കൊല 80 കിലോനുണ്ട്. 2 പേര് അവരുടെ മുന്തിരിത്തോട്ടത്തിലൂടെ മുന്തിരിക്കൊല ഒരു തണ്ടേ കാവിക്കൊണ്ടുകൂടെ കണ്ട് അതൊരു 80 കിലോ വരും.
അത്രയും വലിയ രാക്ഷസരായ മനുഷ്യരവിടെ ഉള്ളത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നുമല്ല, ഇത് നടക്കണ കാര്യമില്ലെന്ന് പറയും. എന്നിട്ട് പറയും അനാർക്ക് എന്ന് പറഞ്ഞ രാക്ഷസവർഗമുണ്ട്. അനാർക്കിൻ്റെ സന്തതികൾ ഞങ്ങളവിടെ കണ്ടെന്ന് പറയും. അനാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 8 അടി 9 അടി അവൻ്റെ പാർട്ടിയാണ്. അവരെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതോടുകൂടി സപ്തനാടുകളും തളർന്ന് ഇവിടെ എല്ലാം അസ്തമിച്ച്. അപ്പം കലേബ് പറയും, എന്താ അനാർക്കായാലും ശരി, നമ്മൾ വിശ്വസിക്കണ കർത്താവ് അവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയും. ഇത് വിശ്വാസം തന്നെയല്ല, ആത്മവിശ്വാസവും ആത്മധൈര്യവും ഭയങ്കര. അതായത് വിശ്വാസം തന്നെ ആത്മധൈര്യത്തിലേക്ക് വരണം. അല്ല, നിങ്ങൾ വിശ്വാസമുണ്ട്, ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസമുണ്ട്, ഭയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കെതിരെ തുറച്ചു നോക്കുകയും നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയും ചെയ്യുന്ന, നീ പേടിക്കുന്ന വ്യക്തികൾ, നീ പേടിക്കുന്ന സംഭവങ്ങൾ, നീ പേടിക്കുന്ന, ഇപ്പോൾ നീ ഒരു ഓഫീസിൽ കയറി പോകാൻ പോവുകയാണ്, പക്ഷേ നിനക്കറിയാം പേടിയാണ്. നീ ഒരു ബാങ്കിൽ പോവുകയാണ്, മാനേജർ നിനക്ക് പേടിയാണ്. നീ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ നിനക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ ശബ്ദം അടിക്കണം തളർന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ വെള്ളം മേടിച്ച് കുടിക്കുന്നു, ഒരു കയ്യാൻ കളിയാണ്. പക്ഷേ കലേവ് എന്താ പറയണത്? ഏതാരായാലും എൻ്റെ കർത്താവാണ് അവൻ അവിടെ ഇരുത്തിയിരിക്കണത്, അവനെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. എന്ത് വിശ്വാസം! അതാണ് ദ സ്പിരിറ്റ് ലെഡ് ബൈ കലേബ്. ഡിഫറെൻറ്റ്. അതായത് വചനം മുഴുവനും ഭയങ്കരമായ രീതിയിൽ പറയണം. അതായത് കലേബിനെ നയിച്ച ആ രൂപി ഡിഫറെൻ്റാണ്. എന്താ? അത് വിശ്വാസത്തെക്കാളും വിശ്വാസം നൽകുന്ന ആത്മധൈര്യമാണ്. ആത്മധൈര്യം ദൈവം എന്ന ഒരു വ്യക്തി അധിഷ്ഠിതമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചു തരും. നീ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എവിടെ പോയാലും, വില്ലേജ് ഓഫീസായിക്കൊള്ളട്ടെ, ബാങ്കിലായിക്കൊള്ളട്ടെ, പഞ്ചായത്തിലായിക്കൊള്ളട്ടെ, പെൻഷൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നടക്കാത്ത ഏത് കാര്യത്തിന് പോയാലും അത് നടക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറയും. അപ്പോൾ നീ പറയണം, കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരും. ആതിര സുകുമാരനിലേക്ക് വീണ്ടും വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൾക്ക് കിട്ടിയ കൃപ എന്ത് ചെയ്താണ്? കൃപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൃപ കൈമാറ്റത്തിനുള്ളതാണ്. കൃപ കൈമാറ്റത്തിനാണ്. അവൾ മാഞ്ചസ്റ്റർ ഇറങ്ങിയിട്ട് അവൾക്ക് ഡയറിയാണ്, അവളെ ട്രിപ്പിട്ടതാണ്. ട്രിപ്പിട്ട് കഴിഞ്ഞ ശേഷം അവൾക്ക് ബോധം വന്ന് മാതാവ് അവളെ വയറെ തൊട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു. എന്താണ്? കൃപ കൈമാറ്റത്തിനുള്ളതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യർ 14:15. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 14:15. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 കൊരിന്ത്യർ 4:15. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി പറഞ്ഞേ, അങ്ങനെ കൂടുതൽ 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 ആളുകളിൽ കൃപ സമൃദ്ധം ആകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ഇത് പ്രോസസ്സാണ്. കൃപ പരക്കുകയാണ്, ലോകം മുഴുവൻ പരക്കുകയാണ്. അതെങ്ങനെയാണ്? കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവരെ കൃപ കൈമാറുകയാണ് ചെയ്യണത്. കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 4:15. കൃപ സ്വീകരിച്ചവർ, നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? എന്താ സ്വീകരിക്കണത്? കൃപയാണ് സ്വീകരിക്കണത്. അല്ലാതെ മാളെ കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടുമെന്നൊക്കെ പറയരുത്. അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് ആണ്. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൽ പേരാണ് കവനന്റ് ഉടമ്പടി. കൈയടിച്ച് കർത്താവ് 15:16. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. അപ്പൊ കൃപ എന്താ ചെയ്യണത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണിത്. അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്? വിജാതിയർക്ക് വേണ്ടി. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താണ്? വിജാതിയർക്ക് വേണ്ടി. വിജാതിർ എന്ന് പറയുന്നത് എന്താണ്? സമുദായത്തിന്റെ ജാതിയല്ല, മറിച്ച് വിശേഷ വിധിയായി ചെയ്യുന്നത്. കൽപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനേക്കാൾ ഉപരി ചെയ്യുന്ന ആൾക്കാരാണ് സ്വജാതികൾ എന്ന് പറയുന്നത്. സ്വർഗത്തിന്റെ ജാതികൾ. സ്വജാതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം സമുദായത്തിൻ്റെ ജാതിയല്ല, സ്വർഗത്തിൻ്റെ ജാതികളെ. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിൻ്റെ ജാതികളെ. അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെ ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. എന്താണ്? ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷ വിദ്യയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നീ തന്ന കൃപ കൈമാറ്റത്തിനാണ്, അത് വിശേഷ വിധിയായി
ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, നീ തന്ന കൃപ നീ തന്ന കൃപ സുവിശേഷ കൈമാറ്റത്തിനാണ്. സുവിശേഷ കൈമാറ്റത്തിനാണ്. അത് വിശേഷ വിധിയായി മറ്റവരെക്കാൾ ഉപരി കൃപയുടെ ഫലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ധൈര്യത്തോടെ സുവിശേഷത്തിന് ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. അപ്പോൾ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം. എന്താ കാര്യം? അതായത് ജ്ഞാനസ്നാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും. അതല്ല ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത്. അതിൽ ഞാൻ ആദ്യം ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി. ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല, മറിച്ച് എന്താണ്, മനുഷ്യനെ സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനുമുള്ളതാണ്. ആരെല്ലാം വേദനപ്പെട്ട് വരുന്നുവോ അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം നിന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശേഷ വിധിയായി. നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായെന്ന് പറഞ്ഞ് ജീവിക്കരുത്, മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം. മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ്, മറ്റുള്ളവരെ കരുതി ജീവിക്കാൻ. അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ, ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും. ചിലപ്പോൾ നീ കത്തോലിക്കായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ്. അവിടെ പ്രശ്നം. ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്ന വിജാതിയർ സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കയ്യിരിപ്പ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനകത്തൊരു കോമ്പറ്റീഷൻ നല്ലതാണ്. കോമ്പറ്റീഷൻ, അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് IELTS പാസ്സായ PSC പാസ്സായ റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരിയും ഒരുമിച്ചാണല്ലോ പോയി ഉടമ്പടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത്. അത് നിങ്ങൾ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളെ വെച്ച് മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ്. നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ? അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത്? 1 കൊരിന്ത്യൻസിന്റെ 15:10 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അതായത് പ്രശ്നം വെച്ചാൽ മറ്റുള്ള എല്ലാ ഒന്ന് വായിച്ചേ. മറ്റെല്ലാവരെയും ഞാൻ എന്തായിരിക്കുന്നുവോ നിങ്ങൾ പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. പണി പാളി. പെട്രോൾ പോലെയാണെന്നാ പറയണേ സാധനം, ആവിയായി പോകുന്ന കൃപ. മറ്റേ മടിയൻ ഒന്ന് കൊണ്ട് കുഴിച്ചിട്ടില്ലേ, അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ ഫലവത്താകാതിരിക്കാം. കൃപ ശോഷിച്ചു പോകും. പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടെ വായിച്ച വചനം 1 കൊരിന്ത്യൻസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. എന്താണ്? കൃപയുടെ അധ്വാനങ്ങളില് എന്ത് ചെയ്യണം? മറ്റുള്ളവരെക്കാൾ ഞാൻ മുന്നിലായിരിക്കണം. ഇത് കോമ്പറ്റീഷനാണ്. കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിരിക്കണം. കാര്യം എന്താ? ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങളെ വെച്ച് ദൈവത്തെ അളന്നാൽ മന്ന പെറുക്കിയ ആൾക്കാരെ പോലെ ഇരിക്കും. മന്ന ദൈവം കൊടുത്ത കാലമില്ല, അതാണ് ഭൗതിക അനുഗ്രഹം. മന്ന കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? ആ മക്കളുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരും ഒക്കെ കൊട്ടയും കൊണ്ട് നടന്ന് മൊത്തം പെറുക്കിയെടുത്ത്. അപ്പോൾ വിധവകളുണ്ടായി, ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി, അവരും പെറുക്കി. അവസാനം എന്താ പറ്റിയിരിക്കണത്? കൂടെ പെറുക്കിയ ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി. അന്നുള്ള ആഹാരം മാത്രം. ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാട്
16, 19, 20 തിരുവചനങ്ങൾ. പുറപ്പാട് 16 അധ്യായം 19, 20 വാക്യങ്ങൾ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്തു മോശമായി. അതായത് ഇതിന്റെ പ്രശ്നം ഇതാണ് വെച്ചാൽ, ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത്. പുഴുത്ത അനുഭവം ഉണ്ടാകുന്ന അർത്ഥം മനസ്സിലായില്ല, നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. നിങ്ങൾ എന്തിനാണ് അഭിമാനിക്കേണ്ടത്? മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. നിത്യത വരെ നിലനിൽക്കുന്ന അധ്വാനം എന്ന് പറയുന്നത് ഫലമെന്ന് പറയുന്നത് കൃപയുടെ അധ്വാനമാണ്. നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഒന്നും ഉണ്ടാകത്തില്ല, നമുക്കറിയാം അല്ലേ. നമ്മൾ 0 ആയിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഉണ്ടാക്കി വെച്ച് മരുമക്കളൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരുത്ത ദൂരക്കളയും. ഈ പിശാച് നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടി ഞങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചിനെ വിളിക്കുകയും ചെയ്യും. എല്ലാം പൊഴുത്തു പോകും. തമസല്ല. എത്ര കോടതിയാണ് കേസ് കിടക്കണം അപ്പനും അമ്മയുടെ കാലം. നിങ്ങളിങ്ങനെ ഇടി വെച്ചുണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് കാര്യഫൈ ചെയ്തില്ല, ഇനി വിൽപ്പത്രം എഴുതിയെന്ന് വെച്ചോ. ഇവിടെ എന്തുമാത്രം കേസാണ് പറഞ്ഞത്? അപ്പം വിൽപ്പത്രം എഴുതി, അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ കാലത്ത്, ആയുസിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും വക്കീൽമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ? ഇതാണ് പക്ഷേ പുഴുത്തു പോയെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല, പുഴുത്തു പോകും. അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, സ്വർഗത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക. പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രോട്ടോക്കോൾ? വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോക്കോൾ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നിങ്ങൾ മുൻഗണന എന്തിനാണ്? ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം വെച്ചാൽ ദൈവം പറയും, ആദ്യം നിങ്ങൾ എന്തിനു മുൻഗണന കൊടുക്കണം? ദൈവരാജ്യത്തിന്. ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ്? ഒരു അതായത് കിങ്ഡം ഓഫ് ഹെവൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ഇടയായ നിങ്ങൾ ശരിയാവും, ഉടമ്പടി ഓക്കെ ആവും. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രോട്ടോക്കോൾ. ഇപ്പോൾ പ്രോട്ടോക്കോളിൽ ഞാൻ കുവൈറ്റിൽ ജനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സെറ്റിങ്സ് തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോക്കോൾ തെറ്റിയിരിക്കുകയാണ്. അവർ പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം, ലോകരാജ്യത്തിന് വേണ്ടിയാണ്. അതാണ് പ്രശ്നം. മറ്റുള്ളവരെക്കാൾ, അങ്കിളിനേക്കാൾ, ആൻറ്റിയേക്കാൾ, നാട്ടിലുള്ളവരെക്കാൾ, അയൽവാസിയേക്കാൾ ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന് ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് പരിധി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിലെ ജഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴേ പ്രോട്ടോക്കോൾ 6:33 പ്രോട്ടോക്കോൾ എന്താണ്? മത്തായി ശ്രീകാരുടെ സുവിശേഷം വായിച്ചോളൂ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അതിന്റെ നീതിയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ളത് അതായത് എന്താ ടെമ്പറാലിറ്റീസ്, നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ അതെന്താണ്, അതെല്ലാം ചേർത്ത് നൽകും. അപ്പോൾ നമ്മളെന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ഒരു പ്രോട്ടോക്കോളും പ്രയോറിറ്റിയും ഉണ്ട്. പക്ഷേ ജഡിക മനുഷ്യന് ഇത് ബോധ്യപ്പെടത്തില്ല. അതുകൊണ്ട് അവനെപ്പോഴും വയറിൻ്റെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും, ജീവിത പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും. ജീവിത പ്രശ്നത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ്? സിനി, പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട്. സിനിയുടെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അച്ചിട്ടവർ ചെയ്യും. സിനി ഒരു നോൺ ക്രിസ്ത്യനാണ്, ക്രൈസ്തവയല്ല. സിനി ഭർത്താവ് കൂടി ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ചാണ്. സിനി എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം നിയോഗത്തിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, എന്താ കർത്താവേ, നിത്യതയിൽ എനിക്ക് ഈശോടൊപ്പം ആകാൻ ഇടയാക്കണമേ. ഒന്ന് ചിന്തിച്ചേ, ഒരു കത്തോലിക്കൻ പോലും വെക്കാത്ത സാധനമാണ്. ഇവിടെ ഒരു പ്രശ്നം, ആരാണ് വിജാതിയർ, ആരാണ് സ്വജാതിയർ നമുക്കറിയത്തില്ല. സിനിയുടെ സാക്ഷി നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. ഭർത്താവും ഭാര്യയും കൂടി ഒന്നാണ് പറയണത്, പത്തനംതിട്ടയിൽ എന്താ പറയുന്നത്? ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ്? കർത്താവേ, നിത്യതയിൽ ഈശോൻ്റെ ഒപ്പം ആകാൻ എന്നെ സഹായിക്കണമേ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത്. പ്രോട്ടോക്കോൾ അതാണ്. അതിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു തലമറിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ മുൻഗണനകളെ ദൈവരാജ്യത്തിന്റെ ക്രമപ്രകാരം പുനഃക്രമീകരിക്കുവാൻ വിവേചനത്തിന്റെ പരിശുദ്ധാത്മാ അഭിഷേകം നൽകണമേ. ഈ സത്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് കറക്റ്റ് ചെയ്താൽ, ഈ സെറ്റിങ്സ് കറക്റ്റ് ചെയ്താൽ ഇതിപ്പോൾ എങ്ങനെ വിട്ടുചൊല്ലി പോലെ കരിപ്പ് ഉടമ്പടി. കാര്യം ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നാഥാനിയലിനെ കണ്ട കഥ അറിയാമല്ലോ. പീലിപ്പോസ് നാഥാനിയലിനെ കണ്ടിട്ട് പീലിപ്പോസ് അപ്പോസ്തലൻ നാഥാനിയലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാഥാനിയലോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ നാഥാനിയോട് പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അതെ, നാഥാനിയലിൻ്റെ ആന്തരിക സത്യങ്ങളെ
ഈശോ സ്കാൻ ചെയ്ത് പറയുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ ആൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി. ഇതൊരു അപകട മേഖലയാണ്. നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും. കപടനാണെങ്കിൽ കപടനാണെന്ന് പറയും, നിനക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും. നിഷ്കപടനാണെങ്കിൽ അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും. നാഥാനിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥ ഇസ്രയേൽക്കാരുമുണ്ട്, അയാഥാർത്ഥ്യമായ ആൾക്കാരുമുണ്ട്. അപ്പോഴേ നാഥാനിൽ ഈശോയോട് ചോദിക്കും, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട്. എന്താണ് പറയണത്? നീ അത്തിവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പം പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടുവെന്നാണ്. ഇത് ചുമ്മാ കളിയല്ല. നീ വിശ്വാസത്തിലൂടെ ഇപ്പം ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനി ആയാലും, അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും, ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരെയും മുഖേനയല്ല, ഫിലിപ്പോസ് മുഖേനയല്ല, ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും. അത് ഭയങ്കര വിളിയല്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പൊ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത്. കർത്താവ് അത് അംഗീകരിക്കണില്ല. ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്, നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത്. മനസ്സിലായോ? സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും എനിക്ക് നീ ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത്. പക്ഷെ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത്? ദൈവമാണ്. അതാണ് യോഹന്നാൻ പറയണത്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കപ്പെടാം. ഹല്ലേലൂയ. യോഹന്നാൻ 4:19 ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. പറഞ്ഞേ, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ക്ലിയർ അല്ലേ? ആദ്യം നീ കൃപാസനം പത്രമല്ല കണ്ടത്, ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത്, ആദ്യം നീ നിന്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല. ആദ്യം ചെയ്തത് നിങ്ങൾ ആരും ഇവിടെ ഭൗതികമായ ഏജന്റുമാരാരുമല്ല. പിന്നെ ആരാണ്? കർത്താവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു, സാക്ഷിയാക്കുന്നു. ഇതിനോട് ചേർന്ന് പോകുന്ന വചനമാണ് യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. മനുഷ്യന്റെ ഒരു പ്രകൃതം കണ്ടില്ലേ? ഇതാണ്. അതായത് ഈ മനുഷ്യൻ, ഈ നാഥാനിയേൽ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ, അതാണ് യോഹന്നാൻ 1:50, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത്. മനസ്സിലായില്ല? പ്രോട്ടോക്കോൾ അല്ല, അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത്. നീ ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം, എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ. ഇതാണ് പ്രശ്നം. പല ആൾക്കാരും പണിമെടുക്കണം അങ്ങനെയാണ്. അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ, ഞാൻ ഉപവസിക്കാവേ, ഞാൻ രോഗിയെ പോയി കാണാവേ, ഞാൻ ആശുപത്രിയിൽ പോകാവേ, എന്താണ് എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ. ഡെപ്റ്റി നടപടിക്കാരൻ ഇപ്പോഴേ എന്നെ തന്തക്ക് വിളിക്കുകയാണല്ലോ, അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ, ഇതിനാണ് ദുഷ്ടൻ, മടിയൻ, ഹിപ്പോക്രാറ്റ്സ്, അവിശ്വസ്തൻ എന്നൊക്കെ പറയണത്. ആരും ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും. കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തൻ പറഞ്ഞില്ലേ? ആരാണ്? പിശാച്. അതാ പ്രശ്നം. ഉടമ്പടി എടുത്തൊരു 50% പിശാചുകളുണ്ട്. എന്താ പ്രശ്നത്തിന്? ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്ന് പറയണത്. ഇപ്പം ഈശോ എന്താ പറയണത്? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത്. എന്നിട്ട് പറയും നീ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. നീ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത്. വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ്? കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ്.
കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിനെ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോൾ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ്? സുവിശേഷമാണ്. ആ സുവിശേഷം നീ സ്വീകരിക്കണം. എന്ത് ചെയ്യണം? അനുതപിക്കണം. അതുകൊണ്ട് മർക്കോസ് 1:15 പറയണത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ്? ഒത്തിരി മേഖലയിൽ അനുതപിക്കാം. പക്ഷെ ബേസിക്കായിട്ട് എന്താണ്? സ്വജാതീയ വിജാതീയ മാറ്റമാണ് ശരിക്കും അനുതാപം. എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജഡീയ കാര്യങ്ങളെ നീ 2ാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി. ഇതൊരു നിലപാടാണ്. അനുതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമം എടുക്കണം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. എന്ന് നീ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി. നിനക്ക് 2ാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി. ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ രാജ്യത്തിലെ സന്തതികളാണ്. ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വരാജ്യത്തിൻ്റെ സന്തതിയാണ്. ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് 1ാം സ്ഥാനം കൊടുത്താൽ, നിയോഗങ്ങൾക്ക് 2ാം സ്ഥാനവും നിബന്ധനകൾക്ക് 1ാം സ്ഥാനം കൊടുത്താൽ നീ അനുതപിച്ചിരിക്കുന്ന അർത്ഥം. അതാണ് നീ സുവിശേഷത്തെ വിശ്വസിച്ചിരിക്കുന്ന അർത്ഥം. മനസ്സിലായില്ലേ? അതാണ് മർക്കോസിൻ്റെ 1:15. ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള ജീവിത പുനഃക്രമീകരണക്കും നീ 1ാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. 16:15 മർക്കോസ് എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം. മനസ്സിലായില്ലേ? സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട സുവിശേഷമാണ്. കാര്യം തുടങ്ങുന്ന സുവിശേഷത്തിലാണ്. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. മർക്കോസ് അവസാനിപ്പിക്കുന്ന 16:15 എന്താ പറയണത്? ലോകം മുഴുവൻ പോവുക, സുവിശേഷം കൈമാറുക. എന്ന് വെച്ചാൽ ബൈബിളെ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും. സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട്. നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്ത് കഴിയുമ്പോൾ, മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ്. ദാറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം നിന്നോട് ചോദിച്ചു? നീ ഉടമ്പടി എടുക്കണം ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരമുള്ളൂ കൃപയുടെ കൈമാറ്റത്തിന്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് ഫിലിപ്പിയർ 3:20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പി 3:20 ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ 2 പൗരത്വമുണ്ട്. മനസ്സിലായില്ലേ? പൗരത്വം A ഗ്രേഡ് ഉണ്ട്, പൗരത്വം B ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കുന്ന പ്രശ്നം? അതായത് നിൻ്റെ കാര്യം, നിൻ്റെ വീട്, നിൻ്റെ വയറ്, നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ നാട്ടുകാരൻ, നിൻ്റെ സ്വന്തം, നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ്, ഭൗമിക പൗരത്വമാണ്. ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. നീ നിൻ്റെ ജീവിതത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മീൻസ് 2ാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത്. 2ാം പൗരത്വം. 1ാം പൗരത്വം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസിയുടെ 1ാം പൗരത്വം എന്താണ്? ഫിലിപ്പിയർ 3:20. അതെന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും. ഇപ്പം നമ്മൾ ക്ഷമിക്കും, സഹിക്കും, അതുപോലെ തന്നെ വിട്ടുകൊടുക്കും, വേണ്ട കളയെന്ന് വെക്കും, കളപ്പോട്ട് എന്ന് പറയും, ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം. എന്താണ്? നിത്യത ഉന്നം വെച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോർട്ടറിങ് നടക്കും, നോട്ട് ബൈ മെറിറ്റ് നടക്കും, പ്രസൻസ് ഉണ്ടാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത്? ഒരാവശ്യമില്ല. പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഓരോ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരംഭമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല.
അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു, അർഹരാകുന്നു. ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തിട്ട് ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേ.